യുദ്ധം ജയിക്കുന്നവൻ്റേതാണെന്ന് പലരും പറയും. എന്നാൽ യഥാർത്ഥത്തിൽ യുദ്ധം ബാക്കി വെക്കുന്നത് തോറ്റുപോയ മനുഷ്യരുടെ കുറെ നിലവിളികൾ മാത്രമാണ്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയുടെയും ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ജപ്പാനിലെ ഹിരോഷിമയിൽ ഇന്നും മായാതെ കിടക്കുന്ന ആ കറുത്ത നിഴലുകൾ. ആ കറുത്ത പ്രഭാതം 1945 ഓഗസ്റ്റ് 6. സമയം രാവിലെ 8:15. ഹിരോഷിമയിലെ സുമിറ്റോമോ ബാങ്കിന്റെ പടവുകളിൽ ഒരാൾ വിശ്രമിക്കാനിരിക്കുകയായിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു കൊച്ചുകുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആകാശത്തുനിന്ന് ലിറ്റിൽ ബോയ് എന്ന പേരുള്ള ആ അണുബോംബ് താഴേക്ക് പതിച്ചത്. സൂര്യനേക്കാൾ 1000 മടങ്ങ് ചൂടുള്ള ഒരു വലിയ ഫ്ലാഷ്. ഒരു സെക്കൻഡിന്റെ 1000-ലൊരംശം കൊണ്ട് ആ നഗരത്തിലെ 100,000-ലധികം മനുഷ്യർ ഉരുകി ഇല്ലാതായി. അന്ന് ആ ബാങ്കിന്റെ പടവുകളിൽ ഇരുന്നിരുന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചെന്നോ? ആ അത്യുഷ്ണത്തിൽ അയാളുടെ ശരീരത്തിലെ ചോരയും മാംസവും ബാഷ്പീകരിച്ചു പോയി. ബാക്കിയായത് കൽപ്പടകളിൽ പതിഞ്ഞ അയാളുടെ വെറുമൊരു കറുത്ത നിഴൽ മാത്രം. ഹിരോഷിമയിൽ പലയിടത്തും അന്ന് അങ്ങനെ സംഭവിച്ചു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ നിഴൽ, നടന്നുപോയ സ്ത്രീകളുടെ നിഴൽ, മനുഷ്യർ വെറും നിഴലുകളായി കല്ലുകളിൽ പതിഞ്ഞുപോയി. ഇതൊരു കഴിഞ്ഞ കാലത്തിന്റെ മാത്രം കഥയല്ല, നമുക്ക് മുന്നിലുള്ള വലിയൊരു വാണിംഗ് കൂടിയാണ്. അന്ന് പ്രയോഗിച്ച ബോംബിനേക്കാൾ 10,000 മടങ്ങ് പ്രഹരശേഷിയുള്ള ന്യൂക്ലിയർ ബോംബുകളാണ് ഇന്ന് പല രാജ്യങ്ങളും തയ്യാറാക്കി വച്ചിരിക്കുന്നത്. യുദ്ധങ്ങൾ ആരാണ് ശരിയെന്ന് തീരുമാനിക്കുന്നില്ല, മറിച്ച് ആരാണ് അവശേഷിക്കുക എന്ന് മാത്രമാണ് തീരുമാനിക്കുന്നത്. ഇനിയൊരു 3ാം ലോകമഹായുദ്ധമുണ്ടായാൽ ഈ കഥ പറയാനോ കേൾക്കാനോ ഇവിടെ ആരും അവശേഷിക്കില്ല. ചിലപ്പോൾ ഒരു നിഴൽ പോലും ബാക്കിയുണ്ടാക്കില്ല. അധികാരത്തിന്റെ പേരിൽ മനുഷ്യനെ വെറുമൊരു ചാരമാക്കി മാറ്റാതിരിക്കട്ടെ. ചിന്തിപ്പിക്കുന്ന ഇത്തരം കഥകൾക്കായി കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യൂ. പണ്ട് പറഞ്ഞു കേട്ട കഥ.